ഹലോ ഗായ്സ്. അതെ, രാവിലെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ എങ്ങോട്ടാണെന്നല്ലേ. കുറേ നാളത്തെ വിളിക്കും ചർച്ചകൾക്കും ശേഷം ഞങ്ങൾ ആ തീരുമാനം എടുത്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളൊരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ 5 കപ്പിൾസ് 2 വണ്ടിയിലായിട്ട് ഞങ്ങൾ ഇന്ന് ഒരു 2 ഡേ ട്രിപ്പിന് കുത്തുടക്കം കുറിക്കുകയാണ്. എങ്ങോട്ടാണ് എവിടേക്കാണുള്ളതെന്നൊക്കെ വരുന്ന വഴിയേ പറയാം. ഏകദേശം 6:30യോടുകൂടി 2 കാറിലായി ഞങ്ങൾ ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്ര. വീഡിയോ എടുക്കാനുള്ള മോനെ അങ്ങനെ നീണ്ട 4 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലെത്തി. കാർ പാർക്ക് ചെയ്തതിന് ശേഷം ഏകദേശം 10 മിനിറ്റ് ഉണ്ടായിരുന്നു ആ എൻട്രൻസിലേക്ക്. അങ്ങനെ ഞങ്ങൾ നടന്നു. ഫസ്റ്റ് ടൈം വ്ളോഗ് എടുക്കുന്നത് കൊണ്ട് ക്യാമറ നോക്കി സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നത് കൊണ്ടും കുറച്ച് ഓക്വേർഡ് ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ പോകെ അത് ശരിയായി. പോകുന്ന വഴിയിൽ തന്നെ കാസിലിൻ്റെ വെൽക്കം ബോർഡ് കണ്ടിരുന്നു. ചെല്ലുന്നിടത്ത് ഒരു വിസിറ്റേഴ്സ് ഇൻഫർമേഷൻ സെൻറ്റർ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്നും 10 മിനിറ്റോളം നടക്കാനുണ്ടായിരുന്നു കാസിലിൻ്റെ ഒറിജിനൽ എൻട്രിയിലേക്ക്. അവിടെയാണ് നമ്മൾ ടിക്കറ്റ് കാണിക്കേണ്ടത്. സോ ഞങ്ങൾ ഞങ്ങളുടെ നടത്തം കണ്ടിന്യൂ ചെയ്തു. കാസിലിന്റെ പിറകിലുള്ളത് എന്താണ് ഈ സംഭവം? എന്താണ് ടിൻഡൽ കാസിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ പണി കഴിക്കപ്പെട്ട ഒരു കോട്ടയാണ്. പക്ഷേ സൈനിക മൂല്യങ്ങളൊന്നും ഇല്ലാത്തതിനാൽ പിന്നീട് അത് ദ്രവിച്ചു പോകപ്പെട്ടിരുന്നു. 5-ാം നൂറ്റാണ്ടിനും 7-ാം നൂറ്റാണ്ടിനും ഇടയിൽ കോൺവോളിൻ്റെ ഏറ്റവും വലിയ ദുർഗമായിരുന്നു ഇവിടെ. ആ സമയത്ത് കോണിഷ് രാജാക്കന്മാർ താമസിച്ചിരുന്നതായി പറയപ്പെടുന്നു. ബ്രിട്ടീഷ് രാജാവായിരുന്ന കിങ് ആർത്തറിൻ്റെ ജന്മകഥ ഈ ഒരു സ്ഥലത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ കോട്ട ദ്രവിച്ചു പോയിട്ട് ഉണ്ട് എങ്കിലും ചരിത്രത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നും ഈ സ്ഥലം കാണാനായിട്ട് ഓടിയെത്താറുണ്ട്. നമ്മൾ ഇവിടെയല്ലേ, അപ്പൊ നമുക്ക് ഇങ്ങനെ നേരെ പോകാം. ഓ, ഇതാണ് അവര് പറഞ്ഞ ഷട്ടിൽ സർവീസ്. പക്ഷെ ഇതിപ്പം ഇല്ല, അതുകൊണ്ട് നമ്മൾ നടന്നു പോകണം. യെസ് ഗൈസ്, വോക്ക്. നടരാജനിൽ നടന്നോ, നടനടിയായി നടന്നോളൂ ഗൈസ്. ആർത്തറിന്റെ വാൾ. ഓക്കെ, അതില് വാള് വെച്ചോ. ഇങ്ങോട്ട് വാ. ടോണിയുടെ വാൾ, അത് ആർത്തറിന്റെ വാള്. നമ്മൾ നടന്ന് ടിൻഡാങ്കിൾ കാസിലിന്റെ ഫസ്റ്റ് എൻട്രി. എല്ലാവരും 10 പേരും 10 ദിക്കിലേക്ക് ഫോട്ടോ ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ പോയിന്റിൽ ടിക്കറ്റ് കാണിക്കണം. ഇവിടെ വരാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ടിക്കറ്റ് ഇംഗ്ലീഷ് ഹെറിറ്റേജിൻ്റെ സൈറ്റിൽ മേടിക്കാൻ പറ്റും. അഡൽറ്റിന് 15 per pound ഫീസ്. നല്ല വീട്. ഈ കാണുന്ന ഇവിടെയാണ് നമ്മളുടെ ടിക്കറ്റ് കാണിക്കേണ്ടത്. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഫസ്റ്റ് നെയിമും റെഫറൻസ് നമ്പറും അവിടെ കൗണ്ടറിൽ കാണിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് എൻട്രി ചെയ്യാം. ഓൺ സൈറ്റും നമുക്ക് ടിക്കറ്റ് അവൈലബിൾ ആണ്. ഞങ്ങൾ ഞങ്ങളുടെ ടിക്കറ്റ് അവിടെ കാണിച്ചു. അവരിൽ നിന്ന് അപ്രൂവൽ മേടിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നീട് കാസിലിന് ഉള്ളിലേക്ക് കയറി. കാസിൽ എന്ന് പറയുമ്പോൾ ഒരു കോട്ട പോലെ ഒന്നുമില്ല, എല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അവിടെ ഇവിടെ നിന്ന് കാണുമ്പോൾ നമുക്ക് സീൻ്റെ പല വ്യൂസ് കാണാം. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വയനാട് കുട്ടികളെ 2ാം ട്രിപ്പാണ്. ഇത് എവിടെ വരെ എത്തും നമുക്ക് അറിയത്തില്ല. പക്ഷേ ഇതാണ് നമുക്ക് എങ്ങനെ നിങ്ങൾ ഇതിനെ പ്രൊനൗൺസ് ചെയ്യും? നമുക്ക് ഇതിനെ വായിച്ചിട്ടൊന്നും മനസ്സിലായി. എന്നാലും എനിക്ക് തോന്നുന്നു ടിൻഡാങ്കിൾ കാസിൽ. അയ്യോ, ഇതിൽ നോക്കിയപ്പോൾ അവരാണെങ്കിൽ ടിൻഡജൽ എന്നാണ് ബ്രിട്ടീഷ് പ്രൊനൗൺസിയേഷൻ കാണിക്കുന്നത്. നമ്മൾ ഡിൻഡിഗൽ എന്നൊക്കെ.
നമുക്ക് അടിപൊളി വ്യൂ കണ്ടിട്ട് വരാം. പോയാലും ചാവൊന്നുമില്ല. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. നമുക്ക് മുകളിൽ പോകാം. പക്ഷെ എവിടെ തിരിഞ്ഞാലും നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം. ഇവിടെ തന്നെ മിക്കവാറും 3-4 മണിക്കൂർ പോകും. ഇനി ആ സമയത്ത് കിട്ടിയിരുന്ന എന്തോ ഒരു സംഭവം, അവശിഷ്ടങ്ങൾ മാത്രം ഇവിടെ കാണാം. താഴത്തെ വ്യൂ നോക്കൂ. താഴത്തെ വ്യൂ കാണിക്കാം. എൻ്റെ ക്യാമറ സികളിനെ പറത്തി വിട്ടാ പോരെ കേട്ടോ. എനിക്ക് സികളിനെ പറത്തി വിടാ പറന്നാ പോയി. സികളിനെ പറത്തിവിടാനായിട്ട് ചാടിയത്. സികൾ അവിടെ ഇരുന്ന സികൾ ഞാൻ ചാടിയപ്പോഴത്തേക്ക് അത് പറന്നു പോയി. ഫോട്ടോ എടുക്കാൻ ചാടിയത് അപ്പോഴേക്കത് പറന്നുപോയി. പറത്തിവിട്ട സികൾ അവിടെ നിൽപ്പുണ്ട്. പിള്ളേരെ ഫുഡ് കൊടുക്കുന്നതുകൊണ്ടാണ് പൂമ്പാങ്ങിനകത്ത് പറഞ്ഞത്. ഓ ലുക്ക് അറ്റ് ദാറ്റ്. നമ്മൾ ആ പോകുന്ന ഭാഗത്തെ ഒരു ഡോറ് പോലെ ഒരു കവാടമുണ്ട്. ആ കടലിലേക്ക് ഇറങ്ങി സസ്പെൻഷൻ ബ്രിഡ്ജോ ഞാൻ പറഞ്ഞതോ ആ കാണുന്നതാ. സ്വർഗത്തിലേക്കുള്ള കവാടം പോലെ ഉണ്ട്. എനിക്ക് ആ ഒരു വ്യൂ കാണാം. നല്ല വ്യൂ ആണ്. ഒരുപാട് അവശിഷ്ടങ്ങൾ മാത്രം. ഇത് പറയാം. എവിടെ തിരിഞ്ഞു നിന്നാലും എവിടെ തിരിഞ്ഞു നിന്നാലും ഒരു സ്പോട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ. യെസ്, പതിയെ വരാം. ഇവൻ നമ്മളെ ഏത് പാതാളത്തിലേക്കാണ് ഗൈസ് കൊണ്ടുപോകുന്നതെന്ന്. തിരിച്ചു വേറെ വഴിയായിരിക്കും. ഈ വഴി തന്നെയാണോ? Look at that. നിങ്ങൾ കാണൂ, ഞാൻ കാണിക്കാം. നിങ്ങൾ കാണൂ. റോണി നീ എവിടെയാ? അയ്യോ, നിന്നെ സൂം ചെയ്താലും കിട്ടൂലല്ലോ. ഇത്രേ ഉള്ളൂ സൂമിങ്. കവാടത്തിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. എന്റെ പൊന്നോ, അടിപൊളി വ്യൂ. Beachy ambience. Since this one's not about lyrics, I'd suggest imagining soft finger picking on a sun-soaked guitar. Occasional melodic bends reminiscent of waves rolling, ash rolling ashore. A subtle pock of beat could mimic the rhythm of distant tides. Let the absence of vocals create room for the guitar to tell its own serene story, simple, tranquil, flowing like the ocean breeze. If you ever feel like ഈ ലൊക്കേഷൻ ആരും മിസ് ചെയ്യരുതെന്നല്ലേ, പറ്റിയ ഫോട്ടോ സ്പോട്ട്. ഇത് നമ്മൾ ആ ബ്രിഡ്ജ് കയറി വന്നിട്ട് താഴേക്ക് കിടക്കുന്ന കോസ്റ്റൽ പാത്ത് വഴി വരുമ്പോൾ
നമ്മൾ അപ്പുറം പോകുന്നില്ലല്ലോ, എല്ലാരും ക്ഷീണിച്ചില്ലേ? നമ്മൾ തിരിച്ചിറങ്ങുവാണോ? തിരിച്ചിറങ്ങുവാണോ? നമ്മള് ടയേർഡ് ആയിരിക്കുകയാണ് ഗൈസ്. യെസ് ഗൈസ്, എല്ലാവരുടെയും അടപ്പിളകിയിരിക്കുകയാണ്. എല്ലാവരുടെയും അഭ്യർത്ഥന പ്രകാരം ടയേർഡ് അല്ലാന്ന് ഞാന് എന്റെ അവസാന ശ്വാസവും പോയി. വാ നമുക്ക് തിരിക്കാം. വേണേ താഴേക്ക് ഇറങ്ങാം. പോകുവാണോ? പോകാം. ഈ അവിടെ അതെ, മുകളിൽ ഈ പുള്ളിക്കാരന്റെ ഒരു ഫോട്ടോ ഉണ്ട്. അത് കാണാൻ എല്ലാവരും ടയർഡായിട്ട് നമ്മൾ തിരിച്ചിറങ്ങുകയാണ് ഗായ്സ്. ഇപ്പൊ ഗായ്സ് വന്നു, ഇപ്പൊ ആ ഒരു മൂഡിലോട്ട് വന്നുള്ളൂ. അല്ല അവിടത്തെപ്പോഴത്തേക്കും അതും തീരും. അങ്ങനെ നമ്മൾ ടിൻഡാച്ചലോ എന്തായാലും ഈ സാധനത്തിനോട് വിട പറഞ്ഞിറങ്ങുകയാണ് കാർ പാർക്കിലേക്ക്. ഞങ്ങൾ അങ്ങനെ ടിൻഡാണ്ടൽ കാസ്റ്റിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. we are moving to our next destination. അങ്ങനെ ഞങ്ങൾ പാർക്കിങ്ങിലേക്ക് പോകാം. ബൈ.